ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ പറയുന്നത് ഗായ്സ്, കുഞ്ഞാൻ്റെ മോളെ മംഗലം. അപ്പോൾ ഓളെ മംഗലത്തിൻ്റെ ഓളെ നിക്കാവ് മംഗലമല്ല നിക്കാവ് മംഗലം തന്നെ വേറെ കഥ. അപ്പോൾ ഓളെ അതിനുണ്ട കാണിച്ചു സെഹരീഷ്. അപ്പോൾ അതിന് അറബിക് നൈറ്റ് ഗായ്സ്. അപ്പോൾ ഞങ്ങൾ 4 പേരും ഉണ്ട് ഫ്രെയിമിൽ. ഗായ്സ് സന വന്നിട്ടുണ്ട് നിൽക്കാൻ വേണ്ടി. സന വന്നിട്ടാകുമ്പോൾ ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വെച്ചാൽ മാത്രം സമയം ഉണ്ടായിട്ട് ഗൈസ് തീരെ. ഇത് ഓരോ നമ്മളെ പരിപാടിയിൽ പുറത്താക്കുവാൻ എപ്പോഴും പോകാൻ പറഞ്ഞാൽ പോയിട്ട് ഗൈസ്. മൈലാഞ്ചി വെക്കാൻ പറഞ്ഞു വെച്ചിട്ടുമില്ല. ഒരു വെറലിന് ഇതാ ഇപ്പൊ ബിഗ് ബി കൊണ്ടുപോയിട്ട് തേച്ചിട്ടുണ്ട്. സനന് മൈലാഞ്ചി എന്ത് സന ബാ നമ്മളെ ഡ്രസ്സ് കാണിക്കാമല്ലോ. ബി ഗൈസ് ഡ്രസ്സ് കാണിച്ചു തരാം. ഗൈസ് ഇതാണ് നമ്മുടെ ഔട്ട്ഫിറ്റ് വരുന്നത്. എൻ്റെ സിംഗിൾ ഔട്ട്ഫിറ്റായി ഞാൻ ആണെന്ന് കാണിച്ചത് ഗൈസ്. ഇപ്പം സമയമില്ല. സെഹറിഷിനെ ഞാൻ കാണിച്ചു തരാം. സെഹറിഷ് അയ്യ നിങ്ങൾ നിന്ന് മൂന്നാണോ നല്ല പാകുണ്ട് ഗൈസ്. അവള് പോയി. ഇതാണ് ഗൈസ് സെഹറിഷ്. നീ ചിരിച്ചാൽ നിന്നെ എല്ലാവരും പുറത്താക്കും. ഓക്കെ ഗൈസ്. ഇനി സെൻറ്റർ നമുക്ക് പിന്നെ കുത്തി തരാന്ന് പറയുന്നത് എന്നെ ചതിച്ചു മാത്രം അവൾ. ഇതാണ് ഗൈസ് സെനാൻ്റെ ഔട്ട്ഫിറ്റ്. ഗൈസ് നിങ്ങൾക്കറിയാം സെന എന്ത് നോക്കുന്നതെന്ന്. നമ്മളെല്ലാവരും ഇതുപോലെയാണ് മൈലാഞ്ചി വെക്കേണ്ടത്. ഫോക്കസ് വരൂ ഗൈസ്. അപ്പോൾ ഇങ്ങനെ മൈലാഞ്ചി വെക്കാൻ ഞങ്ങൾക്ക് മറന്നുപോയി. അങ്ങനെ എന്താക്കി ബിഗ് ബി വെച്ചിട്ട് അഡ്ജസ്റ്റ് ആക്കി. എന്നിട്ടാവും നമ്മൾ സെന മൈലാഞ്ചി വെച്ച് അങ്ങനെ ഡ്രസ്സിനെ കാണിച്ചു. ഇതെന്ത് ടൈപ്പ് ഓഫ് മൈലാഞ്ചി ആണെന്ന് എല്ലാവരും കമന്റ് സദാർച്ചത് നോക്കുന്നു ഗൈസ്. ഇതിന്റെ അകത്തുനിന്ന് ഇപ്പൊ ഒരാള് വരും. വരൂ കൂട്ടുകാരെ. എല്ലാരും ഗൈസ് ഹബീബി ഇന്നത്തെ ഹബീബി ആണ് ഗൈസ്. പപ്പാൻ്റെ ഔട്ട്ഫിറ്റ് ഇതാണ്. പപ്പ എല്ലാവർക്കും സർപ്രൈസ് ആണ് ഗൈസ്. ആർക്കും അറിയില്ല പപ്പ ഇങ്ങനെ വരുമെന്ന്. ഉമ്മാൻ്റെ കോഡാണ് ഗൈസ്. കുഞ്ഞമാർ ഉമ്മാവും ഇതും നമ്മളെ എല്ലാവരുടെ കോഡാണ്. സന നിന്റെ തൊപ്പി ഒന്ന് ഓടി വെക്കൂ. ഓക്കെ ഗൈസ് ഇനി ഞാൻ അവിടെ എത്തിരി കാണിച്ചിരാം. ബൈ. ആടെ ഉണ്ടാക്കിട്ടാ ഗൈസ്. ലെറ്റ്സ് ചെക്ക്. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അല്ലേ ഗൈസ് ഇങ്ങനെയാണ് ശരിക്കും ഇടേണ്ടത്. നജാക്കിട്ടിട്ട് പാങ്ങട്ടെ ഗുഡ് ഗൈസ്. നജാക്ക് ഒരു മിറർ തോർത്താൻ പോലും അറിയില്ല ഗൈസ്. ഫോട്ടോ എടുക്കുന്നുണ്ട് ഗൈസ്. ഇത് ക്യാമറാമാനിന് വേണ്ടിയിട്ടുള്ളൊരു അഭിനയ ചിരിയാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത്. ഗൈസ് ഇവിടെ നിന്നിട്ട് ഫോട്ടോ എടുക്കുന്നത് നല്ലതായിരിക്കുന്നത് മാത്രമല്ല ഗൈസ്. ഇവിടെ നിന്നിട്ട് റീൽസ് നോക്കുന്നത്. അവൾക്ക് റീൽസ് നോക്കുന്നത്. ഇതാണ് ഗൈസ് അവൾ ഔട്ട്ഫിറ്റ്. സോ ഗുഡ്. ഇല്ലടോ ഓളിപ്പോ വന്ന അയ്യോ അങ്ങനെ ഞങ്ങൾ ഷാളെല്ലാം ചുറ്റി അയച്ച് തലക്ക് ഇതെല്ലാം വെച്ച് അതിൻ്റെ സെൻറ്റതാവും നീലവും ഷിപ്പിത്താവും ഫോട്ടോ എടുക്കാൻ തന്ന്. അങ്ങനെ ഓരോ 3 ഫോട്ടോ കഴിഞ്ഞിട്ട് പിന്നെ പുള്ളർക്ക് തലക്ക് ഇങ്ങനത്തെ ഇതാക്കാനുണ്ടായത്. ഞങ്ങൾക്കെല്ലാം തലയിൽ മറ്റേ അതിന് പറയല് എന്തെന്ന് അറിയില്ല. പിന്നെ പപ്പക്ക് അന്തൂരായിട്ടിട്ടുണ്ടായത്. അങ്ങനെ പപ്പാൻ്റെയും ഷിഫിത്താൻ്റെയും ഫോട്ടോ എല്ലാം എടുത്ത് പിന്നെ കുറച്ച് വീഡിയോ അങ്ങനെ പപ്പ നിന്നിട്ടാൻ ആ ഫ്രെയിമിൽ ഞങ്ങൾ 4 ആൾക്കാർ കയറി. ഇച്ച വന്നിട്ടുണ്ടായിട്ട് ഇച്ചക്കൊന്ന് പനിയായിട്ട് ഇച്ച വന്നിട്ട ഞങ്ങൾ തന്നെ ഉണ്ടായത്. അങ്ങനെ ഞങ്ങൾ നിന്ന് കുറച്ച് ഫോട്ടോ വീഡിയോ എല്ലാം എടുത്ത് ഉമ്മാൻ്റെ ഡ്രസ്സ് അതുണ്ടായത്. അങ്ങനെ 600 വീഡിയോ എടുക്കാൻ പറയുമ്പോൾ കഥയെല്ലാം പറയണമെന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ വീഡിയോ എടുക്കാൻ നിർത്തുന്ന കഥയെല്ലാം പറഞ്ഞ് എന്നിട്ടായിട്ട് ഫോട്ടോ എടുത്തിട്ട് നമുക്ക് അങ്ങനെ ഗുഡെല്ലാം ആക്കിയിട്ടുള്ള വീഡിയോ എടുത്ത് എന്നിട്ട് ഉമ്മാവും പപ്പാവും നിന്നിട്ടെടുത്ത് അങ്ങനെ ഓരോ ആൾക്കാർ പിന്നെ സിംഗിൾ നിന്നിട്ട് പിന്നെ നമ്മ കസിൻസെല്ലാം പപ്പാൻ്റെ നടുവിൽ നിർത്തിച്ചിട്ട് അങ്ങനെയെല്ലാം എടുത്ത്. ഇതെല്ലാമാണ് എൻ്റെ കസിൻസ്. എൻ്റെ പപ്പാൻ്റെ ഫാമിലിയിൽ നമുക്ക് ഒരേ ഗേൾസും ആകെ 3 ബോയ്സ് ഉണ്ട്. ഒന്ന് ഈ ചെറുത്, പിന്നെ ഒന്ന് അന്നാട്ടി ഒരു വയസ്സിന് ചെറുതുണ്ട്, പിന്നെ ഇച്ച. അങ്ങനെയാണ് നമ്മളെല്ലാവരും ബോയ്സ് ഉണ്ട്. യോനും എൻ്റെ ഇച്ചാവും പിന്നെ
ഈ ചെറിയ കുഞ്ഞിൽ ഒരേ ഉള്ളൂ. ബാക്കി കുറേ നമ്മൾ ഗേൾസ്. ഇതാണ് എൻ്റെ മൂത്ത കുഞ്ഞാൻ്റെ മോളുതാണ് നിൽക്കാറുണ്ടായത്. അങ്ങനെ കുഞ്ഞാൻ ഓട് ഫോട്ടോ എടുത്ത്. പിന്നെ സെർച്ചിനൊരു ഡാൻസ് ഉണ്ടായിരുന്നു കുറച്ച് സമയം. ഡാൻസിന് പാട്ടിട്ട് കോപ്പിറൈറ്റ് വരുമോ എന്നൊക്കെ പേടുന്നു. ഞാൻ ലേറ്റായിട്ട് ഇങ്ങനെ കൊടുക്കാം. അതിനായിട്ട് ഡാൻസിൻ്റെ ലാസ്റ്റ് എത്തുമ്പോൾ ഷിഫിത്താവും കയറിയിട്ട് കളിച്ച് അങ്ങനെ കുറച്ച് സമയം ഒരു ഡാൻസിലുണ്ടായിരുന്നു. അതിൻ്റെ കൂറ്റ് എങ്ങനെ ഉണ്ടാവും നമുക്കറിയില്ല. എന്താ പറഞ്ഞാൽ നമുക്ക് ജലദോഷമായിട്ട് കൂറ്റിന് ചെറിയൊരു മാറ്റമാണ്. അതിന് സെർച്ചിന് ഒരു അപ്ലൈക്കപ്പോൾ പഠിച്ചത്. അപ്ലൈക്കപ്പോൾ പഠിച്ചു. ഓർമ്മ മുന്നേ പഠിച്ചെന്ന് തോന്നും. അങ്ങനെ കുറച്ച് സമയം പ്രാക്ടീസ് എല്ലാക്കി വേറെ ഡാൻസുകളുണ്ടായി. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ടായിട്ട് കുട്ടി എങ്ങനെ ഉണ്ടായിരുന്നു നമ്മളുടെ തുർക്കിഷ് നൈറ്റ്? സൂപ്പർ. ആരാ ഇവിടെ സ്പെഷ്യൽ എല്ലാം ഉണ്ട്. ഇതെല്ലാം എന്ത് കുഞ്ഞാ? ഇതെന്ത് നമുക്കറിയില്ല. ഇത് ബ്രോക്കോളിയാ, ഇത് കോണും തോന്നുന്നു. ഗൈസ് there are so many specials. ഇതെല്ലാം lot of special food ഉണ്ട്. ഞാൻ കാണിച്ചു തരാം. Guys, there is a lot of special food, guys. What? Turkish dishes. Guys, let me show you. അയ്യോ സോറി ഗൈസ്. ഇവിടെ എന്തോ ബണ്ണുണ്ട്, ഇവിടെ എന്തോ വെള്ളുണ്ട്, ഫ്രൂട്ട്സ് ഉണ്ട് ഗൈസ്. ഇതൊക്കെ തിന്നാൻ രസമാണ് ഗൈസ്. ഇതെന്തോ തെരിയിലിട്ടിട്ടുണ്ട്. Baby corn, lettuce. This is our dates. What? Jelly muttai. Yeah, we take this. What is this? Okay, guys. ഒന്നെടുത്തിട്ട് തിന്നാൻ പറയുന്നുണ്ട് ഗൈസ്. തിന്നോ. വാ, ആരും കാണാണ്ട് ഞാൻ എന്നിട്ട് തിന്ന്. നിനക്ക് വേണോ ഗൈസ്? ആരും അറിയാണ്ട് ഫിദ കൊണ്ടെടുക്കാൻ പോവാണ്. വരൂ ഗൈസ്. ഞങ്ങൾ നല്ല എടുക്കുന്ന നോക്കോ ഗൈസ്. ഞാനും ഫിദാവും മാത്രമേ ഇതറിയില്ല. ആരും അറിയാൻ പോകുന്നില്ല ഗൈസ്. എൻ്റെ വീഡിയോ കണ്ട് ലോകത്തുള്ള എല്ലാവരും അറിയാൻ പോകുകയാണ് ഗൈസ്. എങ്ങനെയുണ്ട് ടേസ്റ്റ്? ഭയങ്കര മധുരമാണ് ഗൈസ്. അങ്ങനെ ടാബിളെല്ലാം റെഡിയാക്കി 5 ഷിഫിത്താൻ ആളെ എടുത്തിട്ട് ഫോട്ടോ എടുക്കാൻ. പിന്നെ ഞങ്ങളെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എല്ലാവരും ഇരുന്ന് ടാബിൾ ചിയേഴ്സ് ആക്കാൻ വേണ്ടിയിട്ട് 5 കുറേ സമയം അടങ്ങിയിട്ട് കഥ പറയലും അങ്ങനെ വീഡിയോ എടുത്തത് ശരിയായിട്ട് റീടിക്ക് അങ്ങനെ കുറേ സമയം ഉണ്ടായി. എന്നിട്ട് അതായിട്ട് കുറച്ച് സമയം വീഡിയോ എടുത്ത് പിന്നെ ഫുഡെല്ലാം തിന്നിട്ടായിട്ട് എത്ര രാത്രി ഒരു 12:30 ആകുമ്പോൾ റിട്ടേൺ ഇങ്ങോട്ടേക്ക് വന്നു ഗൈസ്. പിന്നെ കുറേ ക്ലിപ്പിങ്സ് അങ്ങ് എടുക്കാൻ കഴിഞ്ഞിട്ടാണ്. ഞങ്ങൾ ഇരിക്കുമ്പോൾ പിന്നെ ആരും എടുത്തിരുന്ന ആരുമില്ലല്ലോ. ഇത് ഗ്ലാസ് പിടിക്കാൻ പറ്റുന്ന നമുക്ക് ഇങ്ങനെ പിടിക്കണം എങ്ങനെയെന്ന് മറന്നുപോയി. അങ്ങനെയല്ല ഇങ്ങനെയല്ല പറഞ്ഞിട്ട് അങ്ങനെ ഉണ്ടീന്. എന്നിട്ട് കുറേ ക്ലിപ്പിങ്സ് ഒക്കെ എടുക്കണമെന്നതിന് മാത്രം നോ ടൈം ഗൈസ്. വിട്ടു പോകണം, ഓർമ്മയുണ്ടാകുന്നില്ല ഇടയ്ക്കിടയ്ക്ക് എടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്നിച്ചാകുമ്പോൾ. അങ്ങനെ ഉണ്ടായ ക്ലിപ്പിങ്സ് വെച്ചിട്ട് ഞാനൊരു വീഡിയോ ഇനി പിൻഷാദിൻ്റെ വ്ളോഗും ഉണ്ട്. അപ്പോൾ അതും ചെറിയ എനിക്ക് കഴിയുന്ന അങ്ങനെയല്ല ഞാൻ കുറച്ച് ക്ലിപ്പിങ്സ് ആഡാക്കി. അങ്ങനെ നിങ്ങൾ ഇങ്ങനെ വീഡിയോ എല്ലാം എടുത്തിട്ട് കുറച്ച് കഴിയുമ്പോൾ ഇതാണ് ഷിഫിത്താൻ്റെ ചെക്കൻ, അതായത് എൻ്റെ ജീജു. അപ്പോൾ ഷിഫിത്താൻ്റെ ചെക്കൻ എന്ന് പറയാം. എനിക്ക് എന്ത് പറയണമെന്ന് അറിയുന്നില്ല. അതായത് അനസ് ജീജു എന്ന് പറയാം ഇപ്പോൾ തൽക്കാലം. എന്ത് വിളിക്കണമെന്ന് നമുക്ക് അറിയുന്നില്ല. അങ്ങനെ ഷിപ്പിത്താവ് ജീജു ഒത്തിരി കേക്കെല്ലാം കട്ടാക്കി എന്നിട്ട് കേക്കെല്ലാം ബായ്ക്കെല്ലാം ഇട്ട് കൊടുത്ത് അങ്ങനെ നമ്മളെല്ലാവരും പിന്നെ ഫോട്ടോ എല്ലാം എടുത്ത് അങ്ങനെ ഗൈസ്. അപ്പോൾ പിന്നെന്ത് പറയണേ എനിക്ക് അറിയുന്നില്ല. കേക്കിന്റെ ബാക്കിൽ ചുറ്റി പറ്റുന്ന ഇതോ ഇപ്പൊ കേക്കിന്റെ ബാക്കിലല്ല ഗൈസ്. ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് എല്ലാവരും ഇരുന്നതാണ്. അപ്പൊ ലൈറ്റ് പോയി ഗൈസ്. ഇതെല്ലാവരും ഇരുന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാ ഓരെല്ലാം ഫുഡ് തന്ന് അന്നേരം ഓറഞ്ചിനാകുമ്പോൾ ഞങ്ങൾ തന്നിട്ടുള്ളതായിട്ട് പിന്നെ ഒന്നുമില്ല ഗൈസ്. പിന്നെ ഞങ്ങൾ നേരെ പരിക്കേക്ക് വന്നു. ഉള്ള എല്ലാവരും ഉണ്ട്. എല്ലാവരും വളരെ ചുള്ളി പ്ലേറ്റ് ആണ് ഗൈസ്. എല്ലാവരും ഭയങ്കര തിരക്കിലും ഭയങ്കര നോയ്സുമാണ്.
ഗൈസ് എവറിത്തിങ് ഹാസ് ബീൻ കംപ്ലീറ്റഡ്. ഇനി ഞങ്ങൾ വീട്ടിൽ പോകുന്നു ഗൈസ്. ഇവിടെ എല്ലാം കഴിഞ്ഞ് എല്ലാവരും ഡ്രസ്സെല്ലാം മാറ്റി പുതിയതായിട്ട് പ്രിൻസസ് വാസന്തി ആയി എല്ലാം മാറ്റി ഗൈസ്. എന്നിട്ട് നൈറ്റ് ഇട്ടിട്ട് റെഡി ആയിട്ടാണ് ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ടായി ഗൈസ്. ഇതാ വണ്ടിയിലൂടെ റെഡിയായി. അപ്പോൾ ഓക്കെ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി നാളത്തെ വീഡിയോ ആയിട്ട് വരാൻ വേണ്ടിയിട്ട് ബൈ.